ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ ട്രെക്കിങ്ങിനാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം ഒരു 20 മിനിറ്റ് ആ ഒരു ട്രാവലിങ്ങേ ഉള്ളൂ. ഞങ്ങൾ അടുത്താണ് ചീങ്ങേരി ഹിൽസ്. അപ്പോൾ നമുക്ക് അഫോർഡബിളായിട്ട് അടുത്ത് പോകാൻ പറ്റിയത് ചീങ്ങേരി ഹിൽസാണ്. നമ്മൾ വയനാട്ടുകാരാണെങ്കിലും ഞങ്ങളിവിടെ അടുത്ത് മലകളൊന്നും കയറാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അധികവും പ്രിഫർ ചെയ്യുക ബീച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചൊന്ന് ട്രെക്കിങ്ങിന് പോയാലോ എന്ന്. സൺഡേ പോയതുകൊണ്ട് തന്നെ ആളുകളും ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഗൈഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ അഡൽറ്റിന് വരുന്നത് എൻട്രി ഫീസ് വരുന്നത് നമുക്ക് 50 റുപ്പീസാണ്. നമുക്ക് ഒരു എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതൊരു വൈറ്റ് ഫ്ലാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പോകേണ്ടത്. ഞങ്ങൾ പോയ ദിവസം രാവിലെ മഴയായിരുന്നു, പിന്നെ വെയിൽ വന്നു. ഞങ്ങൾ കയറുന്ന ടൈമിലൊക്കെ വെയിലായിരുന്നു. വെയിലാണെങ്കിലും മോർണിംഗ് ആണ്, ഞങ്ങളൊരു 7:15 ആയപ്പോഴാണ് കയറുന്നത്. അപ്പോൾ അത് നമുക്ക് വെയിൽ കുഴപ്പമില്ല, നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ കയറുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിരുന്നു, സ്കൈയും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ ലേറ്റാണ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിന് മുന്നേ കുറേ പേര് മേലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ മേലോട്ട് കയറുമ്പോഴും അതിൻ്റെ വ്യൂ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് ഇവിടെ നിന്നാണ് ഞങ്ങൾ കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ കൂടി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അടുത്താണ് കാരാപ്പുഴ ഡാം വരുന്നത്. പിന്നെ നമുക്ക് വഴിക്കൽ, അതായത് കയറുമ്പോൾ നമുക്ക് വലിയ ഇഷ്യൂസ് വരുന്നില്ല. നമുക്ക് ഇറങ്ങുമ്പോഴാണ് കുറച്ച് സ്ലിപ്പാകുന്നത്, അതായത് നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല. ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ താഴെ എത്തും. കയറുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ഇതിൽ കയറാം. അപ്പം ഞാനും ഹസ്ബൻഡും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആകെ ഒരു ഇതുള്ളതെന്നുള്ള ഫ്ലാഗ് നോക്കിയിട്ട് കറക്റ്റ് പോകുക എന്നുള്ളതാണ്, മേലോട്ട് കയറുക എന്നുള്ളതാണ്. നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ എപ്പോഴും നല്ലൊരു വ്യൂ ആണ് മേലെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പൊതുവേ ഞാൻ മൗണ്ടെയിൻ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ബീച്ചാണ് ചൂസ് ചെയ്യുന്ന ഒരാൾ. പക്ഷേ എനിക്കിത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ലൈഫിൽ. അപ്പം ഞങ്ങൾ ഏകദേശം ടോപ്പിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പം നല്ല ക്ലിയർ ആണ്. പക്ഷേങ്കിൽ പിന്നെ മഴ ചാറാൻ തുടങ്ങിയപ്പോൾ എന്താണ്, ക്ലൗഡ്സ് എല്ലാം കൂടി വരാൻ തുടങ്ങി. അപ്പോൾ മൊത്തത്തിൽ മൂടാൻ തുടങ്ങി. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഈ ഒരു ഫ്ലവേഴ്സായിരുന്നു. അപ്പോൾ ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബേക്കിലാണ് കാരാപ്പുഴ ഡാം വ്യൂ ആണ് അത് കാണുന്നത്. എനിക്ക് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ കണ്ടാൽ, ക്യൂട്ട് ഫ്ലവേഴ്സ് കണ്ടാൽ അത് പറിക്കണം, വീട്ടിൽ കൊണ്ട് നടാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞങ്ങൾ കയറുന്ന ടൈമിൽ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലൗഡ് എന്താ പറയുക, മൂടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ സമയത്ത് ചാറ്റൽ മഴയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ മൊത്തത്തിൽ മൂടാൻ തുടങ്ങി, മൊത്തത്തിൽ ക്ലൈമറ്റ് മാറാൻ തുടങ്ങി. അപ്പോൾ നല്ല ഭംഗിയാണ്. ഏറ്റവും ടോപ്പിൽ കയറിയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല മഴയും പെയ്തു കേട്ടോ. അവിടെ നമുക്ക് ആ ടൈമിൽ കുറേ ആളുകളുണ്ടായിരുന്നു. അത് മഴ നന്നായി പെയ്തിട്ടുള്ള ഒരു ടൈമാണ്. കുറേ ആളുകളുണ്ടായിരുന്നു. അവർ സ്പീക്കറെ കൊണ്ടുവന്ന് പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. നല്ലൊരു വൈബായിരുന്നു. എപ്പോഴും ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അധികം ഉറങ്ങുക അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങൾ അധികം പ്രിഫർ ചെയ്യുക. പക്ഷേങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്ന്. വയനാട്ടുകാരാണെങ്കിലും വയനാട്ടിലെ എല്ലാ സ്ഥലവും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. മഴയത്ത് പൊതുവേ നമ്മൾ മഴയെ നനയാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതായത് നമുക്ക് പറയാം, നമ്മളത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. അപ്പം ക്ലൈമറ്റ് വല്ലാണ്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് മഴ പെയ്തു. പിന്നെ മെല്ലെ മെല്ലെ ക്ലൗഡ്സ് നീങ്ങാൻ തുടങ്ങി. പിന്നെ അത് കാണാം, നമുക്ക് പിന്നെ താഴോട്ട് കാണാൻ പറ്റും. മറ്റേ ഫുള്ള് മൂടിയിട്ടുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ. പിന്നെ നമ്മൾ കാണാൻ തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ പോകുന്നത് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ നമുക്കെപ്പോഴും മെമ്മറീസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കുറേ ഫോട്ടോസ് എടുക്കണം. പിന്നെ ഇത് നമ്മൾ റീൽസിൽ എപ്പോഴും കാണാറുള്ളതല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റീൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് എടുത്താണ്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നമുക്ക് ഇറങ്ങുന്ന സമയത്ത് മഴ പെയ്തിട്ട് തന്നെ കുറച്ച് തെന്നലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് കയറുന്ന അത്ര ഈസി അല്ല, എളുപ്പമാണ്. ഇറങ്ങാൻ കുറച്ച് ടഫാണ്, നമുക്ക് കയറുമ്പോൾ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കുറച്ച് കയറുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാവും. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി, നല്ല മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രൈപോഡ് ഉണ്ടായിരുന്നു. ട്രൈപോഡ് വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ അധികം ഞായറാഴ്ചകൾ എവിടെയും പോകാൻ ഞങ്ങൾ ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല. ഇടയ്ക്കൊക്കെ ഒന്നൊരു പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കാറുമില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾ അടുത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഞങ്ങൾ ഇത്രയും കാലം പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞങ്ങളിനി വയനാട്ടിലെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ ഇനി പ്ലാൻ ചെയ്യുന്നുണ്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നതായിരിക്കും.